എല്ലാവർക്കും പ്രഭാതവന്ദനം. എൻ്റെ സന്യാസ പൗരോഹിത്യ പരിശീലന കാലഘട്ടത്തിൽ എൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടിയതിനേക്കാൾ ഉപരിയായി അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോ പ്രഭാതവും വ്യത്യസ്തമായ അനുഭവങ്ങൾ വെച്ച് നീട്ടി. വർഷങ്ങളുടെ പരിശീലന കാലഘട്ടം. എൻ്റെ പരിശീലനത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തിയപ്പോൾ അട്ടപ്പാടിയിൽ ആദിവാസി സമൂഹത്തോടൊപ്പം ജീവിക്കാൻ ഞങ്ങളുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി ഒരവസരം ലഭിച്ചു. വയനാട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് ഇവരോടൊപ്പമുള്ള ജീവിതം ഒരു പുതുമയാർന്ന ഒന്നായിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്തിൽ എന്നോടൊപ്പം സഞ്ചരിച്ചവർ ഇവരെ പോലുള്ളവർ തന്നെയാണ്. എൻ്റെ ക്ലാസ് മുറികളിൽ എൻ്റെ അരികു ചേർന്നിരുന്നവരും ഇവരൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഞങ്ങളെ സഹായിച്ചതും ഇവരാണ്. അതിനാൽ ഇവരുടെ സംസ്കാരം, ഇവരുടെ ഭാഷയുടെ വ്യത്യസ്തത, ഇവയൊക്കെ എനിക്ക് സുപരിചിതമായിരുന്നു. അതിനാൽ അട്ടപ്പാടിയിൽ ഈ ആദിവാസി സമൂഹത്തോടൊപ്പം ജീവിക്കുമ്പോൾ പുത്തനായിട്ട് എന്തെങ്കിലും ശേഖരിക്കാൻ എനിക്ക് സാധിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം അതിനേക്കാൾ ഉപരിയായി ഇവരുമായി ഇടകലർന്ന് ജീവിച്ച ഒരു ദേശത്തു നിന്ന് തന്നെയാണ് ഞാൻ വരിക. വയനാട് കൽപ്പറ്റയിൽ ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആദിവാസി സമൂഹം എന്ന് പറയുന്നത് എന്നോടൊപ്പം ഇടകലർന്ന് ജീവിച്ചവരാണ്. അവരുടെ സംസ്കാരം, അവരുടെ ഭാഷാരീതി, അവരുടെ ഉത്സവങ്ങൾ, ഇതൊന്നും എനിക്ക് അന്യമല്ല. അപ്പോൾ എന്താണ് എനിക്ക് അട്ടപ്പാടിയുടെ വാസത്തിൽ നിന്ന് കിട്ടിയത്? എന്നാൽ അവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും അവിടേക്കുള്ള യാത്രയിൽ ചില അനുഭവങ്ങൾ എൻ്റെ ബോധതലത്തെ ഉണർത്തിയിട്ടുണ്ട്. എൻ്റെ ചിന്താതലങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അട്ടപ്പാടിയിൽ ആദിവാസികളോടൊപ്പം താമസിക്കുന്ന കാലഘട്ടം. പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒരു വിളി വരികയാണ്. എൻ്റെ ജ്യേഷ്ഠ സഹോദരന് ഉദര സംബന്ധമായൊരു രോഗമുണ്ടാവുന്നു. പെട്ടെന്ന് അത് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതാണ് എന്ന വിവരം ലഭിക്കുന്നു. ഗൗരവമായ ഈയൊരു അസുഖം അതറിഞ്ഞ മാത്രയിൽ ഞാൻ വീട്ടിലേക്ക് യാത്രയായി. എൻ്റെ പരിശീലന കാലഘട്ടമാണ്. എപ്പോഴും വീട്ടിൽ പോകാനുള്ള അനുവാദമില്ലതാനും. എങ്കിലും അനുവാദം വാങ്ങി ഞാൻ ആശുപത്രിയിലായിരുന്ന ജ്യേഷ്ഠ സഹോദരനെ കണ്ടു. അന്ന് തന്നെ എനിക്ക് തിരിച്ചു പോരേണ്ടതായിട്ടുണ്ട്. അതിനാൽ അന്ന് തന്നെ ഞാൻ അവിടെ വാഹനത്തിൽ കയറി അട്ടപ്പാടിയിലേക്കുള്ള വഴിയിൽ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഏതാണ്ട് രാത്രിയായി. 9 മണി കഴിഞ്ഞു. ഞാൻ ആരാഞ്ഞു, അട്ടപ്പാടിയിലേക്ക് ഇനി യാത്രാ സൗകര്യമുണ്ടോ? എല്ലാവരും പറഞ്ഞു, ഇനി അട്ടപ്പാടിയിലേക്ക് നാളെ രാവിലെ വാഹന സൗകര്യമുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പണ്ടുകാലത്ത് അപ്പൻ പറഞ്ഞു തന്ന ഒരു കാര്യം ഞാൻ ഓർമ്മയിലെടുത്തു. ദേവാലയം, പള്ളി എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ഇടമാണോ? അവിടെ ആർക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. ഈ ചിന്ത എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി നിന്നതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഇവിടെ എവിടെയെങ്കിലും അടുത്തുള്ള പള്ളിയിൽ ചെന്ന് ഈ രാത്രി കഴിച്ചുകൂട്ടാം.
ചേർന്നു നിന്നവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു പള്ളിയെ ലക്ഷ്യമാക്കി പതിയെ പതിയെ അങ്ങോട്ട് നടന്നു. രാത്രിയാണ്, കൂരാക്കൂരിരുട്ട്, ആരും കൂട്ടിനില്ല. പതിയെ പതിയെ ആ പള്ളിയെ ലക്ഷ്യമാക്കി അവസാനം പള്ളിമുറ്റത്തെത്തി. ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പാണിത്. അന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. എവിടേക്കാണ് വിളിക്കേണ്ടത് അങ്ങനെ കൃത്യനിഷ്ഠമായ നമ്പറുകളുമില്ല. എന്നാലും ഇനി രക്ഷപ്പെട്ടു. ഞാൻ പള്ളിമുറ്റത്താണ്. വീണ്ടും ആ പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് പണ്ട് അപ്പം പറഞ്ഞത് ഓർത്തെടുത്തു. മോനെ, പള്ളി എല്ലാവർക്കും പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരിടവ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇടവ. ആ ധ്യാനത്തോടുകൂടി ഞാൻ ആ പള്ളിമുറിയുടെ സവിധത്തിലേക്ക് ചെന്നു. എന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചു. ഉള്ളിൽ നിന്ന് മധ്യവയസ്സ് കഴിഞ്ഞ ഒരു വൈദികൻ പുറത്തു വന്നു. ഞാൻ പതിയൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു ബ്രദറാണ്, ഒരു കപ്പൂച്ചൻ സഹോദരനാണ്. അട്ടപ്പാടിയിൽ ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനത്തിലാണ്. ഇനി അവിടേക്ക് യാത്രാ സൗകര്യമില്ല എന്ന് കേട്ടു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ താമസിച്ചോട്ടെ. വൈദികൻ, മധ്യവയസ്സ് കഴിഞ്ഞ വൈദികൻ എന്നെ നോക്കി പറഞ്ഞു, ഇവിടെ സൗകര്യങ്ങളില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, സാരമില്ല, ഞാൻ ഈ വരാന്തയിൽ കിടന്നുകൊള്ളാം. അദ്ദേഹം പറഞ്ഞു, കുറച്ച് ശാഠ്യഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറുന്നത് കണ്ട് അദ്ദേഹത്തെ കൂടുതൽ കുപിതനാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പതിയെ പതിയെ അവിടെ നിന്ന് ആ പള്ളിമുറിയുടെ പടിയിറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. അത് ആ പള്ളിമുറിയുടെ വാതിൽ കൊട്ടിയടയ്ക്കുന്നതാണ്. ചെറുപ്പകാലം, വലിയ തടിയും തണ്ടൊന്നുമില്ല, ശാന്തമായിട്ട് ഇങ്ങനെ നടന്നു നീങ്ങുന്നു. ഒരു 10, 22, 23 വയസ്സു കാലഘട്ടം. പിന്നെ ഞാൻ കേൾക്കുന്നുണ്ട്, തൻ്റെ സഹായിയോട് ആ വൈദികൻ പറയുന്നു, എന്തിനാണ് ഈ ഗേറ്റൊക്കെ തുറന്നിട്ടിരിക്കുന്നത്? ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളതല്ലേ വൈകുന്നേരം പള്ളിമണി അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗേറ്റ് പൂട്ടണമെന്ന്? ഈ ശബ്ദം എൻ്റെ ഉള്ളിലേക്ക് ആഞ്ഞു പതിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ അപ്പം പറഞ്ഞത് നുണയല്ലേ? എൻ്റെ അപ്പം പറഞ്ഞത് നുണയല്ലേ? ദേവാലയം, പള്ളി എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റുന്ന ഇടമാണെന്ന്. പതിയെ പതിയെ ഞാൻ നടന്നു നീങ്ങി. കൂരാക്കൂരി ഇരുട്ടാണ്, ആരെയും കാണുന്നില്ല. അകലെ നിന്ന് ടോർച്ചിൻ്റെ വെട്ടത്തിൻ്റെ സഹായത്താൽ ഒരാൾ നടന്നു വരുന്നുണ്ട്. ഞാനിങ്ങനെ പതിയെ പതിയെ നടന്നു പോകുന്നത് കണ്ട് ആ മനുഷ്യൻ തൻ്റെ ടോർച്ച് എൻ്റെ മുഖത്തേക്ക് അടിച്ചു. ചോദിച്ചു, എവിടേക്കാണ് മോൻ പോകുന്നത്? ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അരയിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സ് ഉണ്ട്, ഒരു സഞ്ചി പോലെ. ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, മോന് എവിടേക്കാ പോന്നേ? ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനി അട്ടപ്പാടിയിലേക്ക് യാത്രാ സൗകര്യങ്ങളില്ല. മോനൊരു പണി ചെയ്തോ, എൻ്റെ ഒപ്പം പോരെ. ഞാൻ പാവപ്പെട്ടവനാണ്, എങ്കിലും എൻ്റെ ഒപ്പം പോരെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ആ റോഡരികിൽ തന്നെയുള്ള ഒരു കൊച്ചു കുടിലാണ്. ആ കുടിലിലേക്ക് പ്രവേശിച്ചു. അവിടെ സ്നേഹം വിളമ്പുന്ന ഒരമ്മയെ ഞാൻ കണ്ടു. ഭർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടു. അപ്പൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നിഷ്കളങ്കത നിറഞ്ഞ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടു. അവരെനിക്ക് ഭക്ഷണം തന്നു, അവരെനിക്ക് കുടിക്കാൻ വെള്ളം തന്നു. എന്നിട്ട് ആ കൊച്ചുകുടിലിൽ എനിക്കൊരു കിടക്കാനിടം തന്നു. ഞാൻ അവിടെ പലയിടത്തും ശ്രദ്ധിച്ചു നോക്കി. അവിടെ ഒരു സക്രാരി ഉണ്ടായിരുന്നില്ല.
ആ കൊച്ചുകുടിലിൽ ഇല്ലാതെ പോയതെന്താണെന്നറിയാവോ? ഒരു സക്രാരി. കൃത്യമായ ധ്യാനത്തിലൂടെ ഞാൻ കണ്ടെത്തി, സക്രാരി പുറത്തല്ല, അവരുടെ ഹൃദയങ്ങളിലാണ്. അപരിചിതനായി എന്നെ സ്വീകരിച്ച് സക്രാരിയാകുന്ന ഹൃദയം തുറന്ന് അവരെ നോക്കി ഞാൻ വീണ്ടും എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. ആ കുടിലിൽ ഒരു കുറവ് ഞാൻ കണ്ടെത്തി. അവിടെ ഭാഗികമായൊരു സക്രാരി ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ചിലയിടങ്ങളിലൊക്കെ സക്രാരിയാകാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ എത്രയോ പ്രഘോഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രഘോഷണവും എൻ്റെ ജീവിതത്തെ തകിടം മറിച്ചിട്ടില്ല. പക്ഷെ ജീവിതാനുഭവങ്ങൾ അത് തകിടം മറിക്കുന്ന ധ്യാനമായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ നാളെയുടെ ജീവിതത്തിൽ ഞാൻ ആരുടെയും മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കില്ല എന്ന തീരുമാനത്തിന് അത് കാരണമായിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷ വേളകളിൽ ഞാൻ രോഗികൾക്ക് സാന്നിധ്യമായത് അപ്രകാരമാണ്. രോഗികൾക്ക് ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. പാവപ്പെട്ട രോഗിയെ അവരുടെ ഡ്രൈവറായി ഞാൻ പോയിട്ടുണ്ട്. എവിടെയൊക്കെ സക്രാരിയുടെ സാധ്യതകൾ ഉണർത്താൻ സാധിക്കുന്നോ അവിടെയെല്ലാം എൻ്റെ സ്വാർത്ഥതയുടെ വലയത്തിൽ നിന്ന് മാറി ആ ഒരു സക്രാരിയുടെ പരിശുദ്ധി സ്വീകരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രായോഗിക ജീവിതത്തിൽ കലർത്തപ്പെടാത്തതൊന്നും ആത്മീയതയല്ല എന്ന് പ്രഘോഷിക്കുന്നവനാണ് ഞാൻ. ആത്മീയത പ്രായോഗിക ജീവിതത്തെ കാണണ്ടേ? കരമുയർത്തി ഹല്ലേലൂയ വിളിക്കുന്നതിലും എൻ്റെ ശബ്ദപാടവത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതാവരുത് എൻ്റെ ആത്മീയത. എൻ്റെ ജീവിതത്തിൻ്റെ പ്രചോദനമായി നിൽക്കുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയും, എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. സുവിശേഷമാകാൻ ക്രൈസ്തവനാകണമെന്ന് നിർബന്ധമില്ല. ഒരു ചെത്തുകാരൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ചത് ദൈവത്തിൻ്റെ സ്നേഹമല്ലേ? പട്ടിണി കിടക്കുന്ന ആ കുടുംബത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ചത് കരുത്താർന്ന ആർദ്രതയല്ലേ? എല്ലാ സാധ്യതകളുടെയും മധ്യത്തിൽ നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ കഥകടച്ചു പോകുന്നുണ്ടോ? എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിഘാതമായി നിൽക്കുന്നതാണ് എന്ന് ചിന്തിച്ച് നമ്മൾ ആരെയെങ്കിലും പടിയിറക്കി വിട്ടിട്ടുണ്ടോ? അവിടെയൊക്കെ ക്രിസ്തു എന്ന യാഥാർത്ഥ്യം എന്നേ പടിയിറങ്ങിപ്പോയി എന്ന് എൻ്റെ കുഞ്ഞെ നീ ധ്യാനിക്കണ്ടേ? ഞാൻ കള്ളനാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ? ഞാൻ നുണ പറയുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ? പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അവിടെ കവർച്ച ചെയ്യാൻ ഒന്നുമുണ്ടാവില്ല. അതായിരിക്കും അവൻ്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ടാവാം അവൻ എന്നെ അവൻ്റെ കൊച്ചു ഭവനത്തിലേക്ക് ക്ഷണിച്ചത്. അവൻ്റെ കഞ്ഞിയും ചമ്മന്തിയും എൻ്റെ ജീവിതയാത്രയിലെ പാതയമായിരുന്നു, രുചിയാർന്ന പാതയമായിരുന്നു. മരണത്തിൻ്റെ ദിവസം വരുമ്പോഴും അവസാന ശ്വാസമെടുക്കുമ്പോഴും ആ ചെത്തുകാരൻ വിളമ്പിത്തന്ന കഞ്ഞിയുടെ രുചി എൻ്റെ നാവിൽ നിന്ന് പോവില്ല. എൻ്റെ കൃതജ്ഞതയുടെ പാടവമായി അതെന്നും നിലനിൽക്കും. കാരണം അപ്പൻ പറഞ്ഞ നുണ എൻ്റെ ധ്യാനമാണ്. അപ്പൻ്റെ നുണ എൻ്റെ ധ്യാനമാണ്. ദേവാലയം, പള്ളി എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും അവകാശപ്പെടുന്ന ഒരിടമാണ്. എല്ലാവർക്കും അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരിടം. അപ്പന് തെറ്റുപറ്റി. അപ്പം പറഞ്ഞ നുണ, ആ നുണ സ്വീകരിച്ചത് കൊണ്ടല്ലേ ഞാൻ ആ പടി ഇറങ്ങേണ്ടതായിട്ട് വന്നത്. ഇന്നലകളുടെ പാതകളിൽ, പാഠപുസ്തകങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതൊന്നും എൻ്റെ ധ്യാനമായില്ല. എൻ്റെ വഴിത്താരകളിൽ ചിലരുടെ പുഞ്ചിരി എനിക്ക് ധ്യാനമായി. ചിലരുടെ ക്രൂരമായ മുഖഭാവം എനിക്ക് ധ്യാനമായി. ചിലരുടെ ഹസ്തദാനം
എനിക്ക് ധ്യാനമായി. ദൈവവചനമെന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല. പ്രഭാതത്തിൽ വീട്ടുമുറ്റത്ത് വന്നു പതിക്കുന്ന വർത്തമാന പത്രത്തിലും ദൈവവചനത്തിൻ്റെ ഈടുകളുണ്ട്. ഇന്നലെ ഒരുവൻ ദുർനടപ്പിലൂടെ നടന്നു നീങ്ങിയത് എൻ്റെ ധ്യാനമാകണം. ഇന്നലെ അമ്മയെ വെട്ടിക്കൊന്നവൻ എൻ്റെ ധ്യാനമാകണം. ഇന്നലെ സ്വാർത്ഥതയുടെ വലയം തീർത്ത് പ്രണയിതാവിനെ വഞ്ചിച്ചത് ധ്യാനമാകണം. പ്രണയത്തിൽ സ്വാർത്ഥത കലർത്തിയത് ധ്യാനമാകണം. ഇതാണ് എൻ്റെ ആത്മീയ പാഠവം. ഇന്നലകളുടെ പാതകളിൽ പാഠപുസ്തകത്തിൽ നിന്ന് ശേഖരിച്ചതിനേക്കാൾ ഉപരിയായി ഇന്നലയുടെ നടപ്പാതകളിൽ നിന്ന് സ്വീകരിച്ചതൊക്കെ നമ്മുടെ ധ്യാനമാകട്ടെ. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുമ്പോഴാണ് നീ ക്രിസ്തുവിൻ്റെ രൂപമായിട്ട് മാറുക. ആരൊക്കെയോ വഴിപോക്കരായി നമ്മുടെ ജീവിതത്തിലൂടെ നടന്നു നീങ്ങുന്നുണ്ട്. നീ ഗൗനിക്കാതെ പോകരുത്. ഒരാളുടെ സൗന്ദര്യമല്ല അവൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നത്. ഒരാളുടെ പേരിനോട് ചേർക്കപ്പെട്ടിരിക്കുന്ന ബിരുദത്തിൻ്റെയും ബിരുദാനന്തര ബിരുദത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും അക്ഷരക്കൂട്ടുകളല്ല അവൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമാക്കുന്നത്. എത്രമാത്രം ചാരുതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഹൃദയം തുറന്നിട്ടിട്ടുണ്ടോ അത്രമാത്രം നീ സക്രാരിയായിട്ട് മാറിയിട്ടുണ്ട്. സക്രാരിയാകാൻ ക്ഷണം ലഭിച്ചവരാണ് ക്രൈസ്തവര്. അവരെൻ്റെ സംരക്ഷണത്തിനു വേണ്ടി, അവരെൻ്റെ ജീവന് വേണ്ടി, അവരെൻ്റെ ഓജസ്സിനു വേണ്ടി അന്നമാകാനുള്ള ക്ഷണം. അതാണ് സക്രാരി. ജീവിതത്തിൽ ദേവാലയ മുറ്റത്ത് നമ്മൾ കണ്ടെത്തേണ്ടതും ഈ ഒരു സംരക്ഷണമാണ്. ഞാൻ ധ്യാനിക്കണം. എൻ്റെ മുമ്പിൽ സഹായഹസ്തവുമായി നിൽക്കുന്നവരെ ഞാൻ അവഗണിച്ചപ്പോൾ, മാറ്റി നിർത്തിയപ്പോൾ ആത്മീയ ചേതനയ്ക്ക് അത് വിഘാതമായി തീർന്നു എന്ന തിരിച്ചറിവ് ഞാൻ ധ്യാനമാക്കണം. ആരൊക്കെയോ എൻ്റെ മുൻപിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആരുടെയൊക്കെയോ കാലുകൾ തളർന്നിട്ടുണ്ട്. ആർക്കൊക്കെയോ വിശക്കുന്നുണ്ട്. ആരൊക്കെയോ ഒരിടത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന വിധം അവരുടെ വിശപ്പകറ്റാൻ, എന്നാൽ കഴിയുന്ന വിധം അവർക്കൊരിടമാകാൻ, എന്നാൽ കഴിയും വിധം അവർക്ക് സാന്ത്വനത്തിൻ്റെ വാക്കുകളും സാന്ത്വനത്തിൻ്റെ സാന്നിധ്യവുമാകാൻ ഞാൻ പരിശ്രമിക്കണം. ജീവിത വഴികളിൽ വ്യത്യസ്തമായി പ്രതിഷ്ഠപ്പെടുന്ന സാഹചര്യങ്ങളോടുള്ള ആത്മീയമായ പ്രതികരണമാകട്ടെ നമ്മുടെ ആത്മീയത, ആത്മീയമായ നോട്ടം. അവിടെ എവിടെയൊക്കെ നമ്മൾ നന്മ ചെയ്യാൻ മറന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെ ക്രിസ്തു അവഗണിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ ദേവാലയത്തിൽ നിന്ന് അറിയാതെ പടിയിറങ്ങിപ്പോകുന്നുണ്ട്. പടിയിറങ്ങിപ്പോകുന്ന ക്രിസ്തുവിനെ തിരികെ വിളിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഇന്നലകൾ എന്തുമായിക്കൊള്ളട്ടെ, ഇന്നലകളെ തിരികെ പിടിക്കാനുള്ള ത്രാണിയില്ലാത്തവരാണ് നമ്മൾ. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലാണ്. ഈ നിമിഷം നമ്മുടെ കയ്യിലാണ്. ഈ നിമിഷം നമുക്ക് ആരംഭിക്കാം. ഹൃദയമൊന്ന് തുറന്ന് അവരെന്നെ ഒന്ന് പരിചരിക്കുന്ന, രോഗികൾക്ക് സാന്നിധ്യമാകുന്ന, വിശക്കുന്നവന് അന്നമാകുന്ന ആത്മീയ വ്യക്തിത്വമായി നമ്മൾ ഈ ദിനത്തിൽ രൂപാന്തരപ്പെടട്ടെ. എല്ലാവർക്കും നല്ല ദിവസം. ദൈവം അനുഗ്രഹിക്കട്ടെ.